ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പാറ്റ്നയിൽ നിന്നും സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായല്ലോ. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറയട്ടെ, തൻ്റെ ജഡത്തിൻ്റെ പ്രവൃത്തിയാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും അത് സാധിക്കുകയില്ല. ഈ ലോകത്തിലുള്ള സകല മതങ്ങളും സകല തത്വസംഹിതകളും പ്രവർത്തിച്ച് ആത്മരക്ഷ നേടുക എന്നുള്ള ഒരു വിഷയമാണ് പഠിപ്പിക്കുന്നത്. ബീഹാറിലായിരിക്കുന്ന ഞങ്ങളോടുള്ള ബന്ധത്തിലും എപ്പോഴും കേൾക്കുന്നതായ ഒരു കാര്യമാണ് ജൈസെ കർമ്മ കരേഗ വൈസെ ഫൽ മിലേഗ. എന്ത് പ്രവർത്തിക്കുന്നോ അതനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നത്. അപ്പോൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾക്ക് ആത്മരക്ഷ അല്ലെങ്കിൽ പാപക്ഷമയൊക്കെ ലഭിക്കുകയുള്ളൂ. എന്നാൽ വേദപുസ്തകം പറയുന്നു, ആ വിധത്തിൽ നമുക്ക് പാപക്ഷമ ലഭിക്കുകയില്ല. അതുമാത്രമല്ല, നമ്മുടെ ശരീരം കൊണ്ട് പ്രവർത്തിച്ച് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. എന്നാൽ 9-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് റോമിലെ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളോ അഥവാ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്ന നിങ്ങളോ, നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു എന്ന് വരികിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ജഡത്തിന് വിധേയപ്പെട്ട് ജീവിക്കേണ്ടവരല്ല. വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു, രക്ഷിക്കപ്പെട്ട വ്യക്തിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. നമുക്ക് വളരെ പരിചിതമായൊരു വാക്യമാണല്ലോ 1 കൊരിന്ത്യർ 3:16-17. ഈ ഭാഗത്ത് പറയുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുവെന്നും നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു എന്നുമാണ്. വളരെ വ്യത്യസ്തങ്ങളായ ചിന്താഗതികൾ അതോടെ ബന്ധത്തിലുണ്ട്. നാം കാത്തിരുന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. എന്നാൽ വേദപുസ്തകത്തിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യമെന്നുള്ളത്, പെന്തക്കോസ്ത് നാളിൽ കർത്താവ് പറഞ്ഞു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുന്നവരെ നിങ്ങൾ കാത്തിരിക്കണം. ആത്മാവ് വന്നാലോ ശക്തി പ്രാപിച്ച് എൻ്റെ സാക്ഷികളായി തീരണം. ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ശരീരമെടുത്ത് ജനിച്ചതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം 50-ാം ദിവസം എന്നേക്കുമായി കടന്നു വന്നു. അന്ന് സഭയുടെ ഉദ്ഘാടനം സംഭവിച്ചു. ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ വരവോളം സഭയെ നയിക്കുവാൻ, നമ്മെ സത്യത്തിലേക്ക് നടത്തുവാൻ സഭയിൽ പ്രവർത്തിക്കുന്നു, സഭയിലുണ്ട് എന്നുള്ളതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഒരു വ്യക്തി കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നിലേക്ക് കടന്നു വരുന്നു. ഇവിടെ നാം ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുക. ക്രിസ്തുവിൻ്റെ ഇല്ലാത്തവൻ അവനുള്ളവനല്ല. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചില നാളുകൾക്ക് ശേഷം കാത്തിരുന്നാണ് ആത്മാവ് പ്രാപിക്കുന്നതെങ്കിൽ അത്രയും നാൾ നാം ക്രിസ്തുവിനുള്ളവനല്ല. ഉദാഹരണത്തിന്, ഞാൻ ഒരു മെയ് മാസത്തിൽ രക്ഷിക്കപ്പെട്ടു. എനിക്ക് ആ ഡിസംബർ മാസത്തിലാണ് കർത്താവിൻ്റെ ആത്മാവ് ലഭിക്കുന്നതെങ്കിൽ
ആ സമയം വരെ ഞാൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ വേദപുസ്തകം പറയുന്നു, ഏത് സമയത്ത് നാം രക്ഷിക്കപ്പെടുന്നോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് ഈ രക്ഷ നടക്കുന്നത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് ബോധ്യം വരുത്തുന്നത്. അതുമാത്രമല്ല, ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കുമ്പോഴാണ് നാം ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേരുന്നത്. ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം പ്രാപിച്ചിട്ടാണ് കർത്താവ് നമ്മെ ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കുന്നത്. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ് നാം ദൈവത്തിന്റെ മകനായി തീരുന്നത്. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, നമ്മുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ല ജീവിക്കേണ്ടത്, ജഡത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടല്ല ജീവിക്കേണ്ടത്. ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കി, ദൈവത്തിന്റെ ആത്മാവിന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി ആ സ്വഭാവത്തിനനുസരിച്ച് ജീവിക്കണം. എന്നിട്ട് പറയുകയാണ്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് ബോധ്യപ്പെടുത്തുന്ന സത്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അനുസരിച്ച് ഒരു വിജയകരമായ ക്രിസ്തീയ ജീവൻ നയിക്കുവാൻ കേൾവിക്കാരായ ഓരോരുത്തരെയും വലിയവനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.